എല്ലാവർക്കും നമ്മുടെ ഒരു പുതുപുത്തൻ വീഡിയോയിലോട്ട് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ നമ്മുടെ റെസിപ്പി എന്ന് പറയുന്നത് ഒരു അടിപൊളി കസ്റ്റാർഡ് മിൽക്ക് കേക്കാണ് കേട്ടോ. അപ്പോൾ ഈ ഒരു കേക്ക് നമ്മൾ ചെയ്തെടുക്കുന്നത് മുട്ടയോ അതേപോലെ ഓവനോ ബീറ്ററോ ഒന്നും ഇല്ലാതെയാണ്. വളരെ സിമ്പിളായിട്ട് നമ്മുടെ എന്നത്തെ റെസിപ്പി പോലെ എല്ലാവർക്കും ചെയ്തെടുക്കാൻ പറ്റിയ നല്ലൊരു മെത്തേഡിലാണ് നമ്മൾ ഈ ഒരു കസ്റ്റാർഡ് മിൽക്ക് കേക്ക് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് പോകുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും എല്ലാവരും ഒന്ന് കണ്ടു നോക്കുക. കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് ഈ ഒരു കേക്കിൻ്റെ റെസിപ്പി ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യേണ്ട കാര്യം മറന്നു പോകരുത് കേട്ടോ. പിന്നെ നമ്മുടെ പുതുതായിട്ട് ആരെങ്കിലും ഈ ഒരു ചാനൽ കാണുകയാണെന്നുണ്ടെങ്കിൽ ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ടും കൂടി ചെയ്യാം. അപ്പോൾ നമുക്ക് വേഗം തന്നെ ഈ ഒരു കസ്റ്റർഡ് മിൽക്ക് കേക്ക് എങ്ങനെ തയ്യാറാക്കുന്നതെന്ന് ഒന്ന് കണ്ടു നോക്കാം. അപ്പോൾ ഈ ഒരു കേക്ക് റെഡിയാക്കാൻ വേണ്ടിയിട്ട് ഇതുപോലുള്ള ഒരു ബൗളിൽ കറക്റ്റ് 3 ടേബിൾ സ്പൂണോളം വരുന്ന ഓയിലാണ് കേട്ടോ ഞാൻ എടുത്തിട്ടുള്ളത്. അപ്പോൾ ഫ്ലേവർ ഇല്ലാത്ത ഏത് ഓയിൽ വേണമെങ്കിലും ഉപയോഗിക്കാം കേട്ടോ. വെളിച്ചെണ്ണയൊന്നും എടുത്ത് ഉപയോഗിക്കണ്ട. അപ്പോൾ നിങ്ങളുടെ കയ്യിൽ ഫ്ലേവർ ഇല്ലാത്ത ഏതെങ്കിലും ഒരു ഓയിൽ ഉണ്ടെങ്കിൽ അത് ഉപയോഗിക്കാം കേട്ടോ. അപ്പോൾ ഞാനിവിടെ എടുത്തിട്ടുള്ളത് കറക്റ്റ് 3 ടേബിൾ സ്പൂണോളം വരുന്ന സൺഫ്ലവർ ഓയിലാണ്. ഇനി നമ്മൾ ഇതിലോട്ട് ചേർത്ത് കൊടുക്കാൻ വേണ്ടിയിട്ട് പോകുന്നത് കറക്റ്റ് 2.5 ടേബിൾ സ്പൂണോളം വരുന്ന അധികം പുളിയില്ലാത്ത തൈരാണ് കേട്ടോ. അപ്പോൾ നമ്മൾ കേക്കിന് എടുക്കുന്ന സമയത്ത് ഒരിക്കലും ഒരുപാട് പുളിയുള്ള തൈര് എടുക്കാൻ പാടില്ല. ഇതുപോലുള്ള ലൈറ്റായിട്ടുള്ള പുളി മാത്രം കേട്ടോ. ഒരുപാട് പുളി ആയി കഴിഞ്ഞാൽ നമ്മുടെ കേക്കിനും ആ ഒരു പുളി വരാനുള്ള ചാൻസ് ഉണ്ട്. അതുകൊണ്ട് ഒരു ലൈറ്റായിട്ടുള്ള പുളി മാത്രം. അപ്പോൾ അത് കറക്റ്റ് 2.5 ടേബിൾ സ്പൂണോളം ഇതിലോട്ട് അങ്ങോട്ട് ചേർത്ത് കൊടുക്കാം. ഇനി നമ്മൾ ഇതിലോട്ട് ചേർത്ത് കൊടുക്കാൻ വേണ്ടിയിട്ട് പോകുന്നത് കറക്റ്റ് 4 ടേബിൾ സ്പൂണോളം വരുന്ന പൊടിച്ച പഞ്ചസാരയാണ് കേട്ടോ. അപ്പോൾ പഞ്ചസാര ചേർത്ത് കൊടുക്കുന്ന സമയത്ത് ശ്രദ്ധിക്കുക, ഒരിക്കലും മുഴുവനായിട്ടുള്ള പഞ്ചസാര ചേർക്കരുത്. ഇതുപോലെ നന്നായിട്ട് നല്ല ഫൈൻ പൗഡറായിട്ട് പൊടിച്ചിട്ടുള്ള പഞ്ചസാര വേണം നമ്മൾ ഇതിലോട്ട് ചേർത്ത് കൊടുക്കാൻ വേണ്ടിയിട്ട്. എങ്കിലേ നമ്മുടെ കേക്കിന് നന്നായിട്ട് ഈ ഒരു മധുരം കിട്ടുള്ളൂ കേട്ടോ. അപ്പോൾ അതിനായിട്ട് ഫൈൻ പൗഡറായിട്ട് പൊടിച്ചെടുത്തുള്ള പഞ്ചസാര തന്നെ ചേർക്കുക. ഇനി ഇതിലോട്ട് ഒരു 1/4 കപ്പോളം വരുന്ന ഇളം ചൂടുള്ള പാലും കൂടി നമുക്ക് ചേർത്ത് കൊടുക്കാം. ഇനി ഇതുപോലുള്ളൊരു വിസ്കോ അല്ലാന്നുണ്ടെങ്കിൽ ഫോർക്കോ ഉപയോഗിച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക കേട്ടോ. നമ്മൾ ചേർത്ത് കൊടുത്തിട്ടുള്ള ആ ഒരു പഞ്ചസാര ഈ ഒരു ഓയിലും അതേപോലെ ഈ ഒരു പാലിലും തൈരിലും എല്ലൊക്കെ നന്നായിട്ട് അലിഞ്ഞു ചേരണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇതുപോലുള്ളൊരു വിസ്ക് തന്നെ ആയിരിക്കും കേട്ടോ ഭേദം. അപ്പോൾ വിസ്ക് ഉണ്ടെന്നുണ്ടെങ്കിൽ വിസ്ക് തന്നെ ഉപയോഗിക്കുക. നന്നായിട്ട് അതങ്ങോട്ട് അലിഞ്ഞോളും കേട്ടോ. അപ്പോൾ ഇത് കംപ്ലീറ്റ് ആയിട്ട് ഇതുപോലെ നന്നായിട്ട് അടിച്ചെടുത്തെന്ന് കഴിഞ്ഞാൽ പഞ്ചസാര പെട്ടെന്ന് അങ്ങോട്ട് മെൽറ്റ് ആവും. കാരണം നമ്മളിതിൽ ഒരുപാട് പൊടിച്ചെടുത്തിട്ടാണല്ലോ ചേർത്തത്. അപ്പോൾ ഇതുപോലെ മിക്സ് ചെയ്യുന്ന സമയത്ത് തന്നെ പെട്ടെന്ന് അങ്ങോട്ട് മെൽറ്റ് ആയിക്കോളും. അപ്പോൾ ഈ ഒരു രീതിയിൽ നന്നായിട്ട് അങ്ങോട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇനി ഈ ഒരു ബൗളിൻ്റെ മുകളിലോട്ടായിട്ട് ഇതുപോലുള്ളൊരു അരിപ്പ വെച്ച് കൊടുത്തതിന് ശേഷം കറക്റ്റ് 1/2 കപ്പോളം വരുന്ന മൈദ നമുക്ക് കംപ്ലീറ്റ് ആയിട്ട് ഇതിലോട്ട് അങ്ങോട്ട് ഇട്ട് കൊടുക്കാം. ഇനി ഇതിലോട്ട് 1.5 ടേബിൾ സ്പൂണോളം വരുന്ന കസ്റ്റർഡ് പൗഡർ നമുക്ക് ചേർത്ത് കൊടുക്കാം. പിന്നെ ഒരു 1/2 ടീസ്പൂണോളം വരുന്ന ബേക്കിംഗ് പൗഡർ, അതേപോലെ ഒരു 1/4 ടീസ്പൂണോളം വരുന്ന ബേക്കിംഗ് സോഡ. പിന്നെ നമ്മുടെ ഈ ഒരു കേക്കിൻ്റെ മധുരം എപ്പോഴും ഒന്ന് ബാലൻസ് ആക്കി കിട്ടാൻ വേണ്ടിയിട്ട് ഒരു നുള്ളു ഉപ്പും കൂടി നമുക്ക് ഇതിലോട്ട് അങ്ങോട്ട് ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് ഈ ഒരു കേക്കിൻ്റെ ബാറ്റർ ഒന്ന് ഫോൾഡ് ചെയ്തെടുക്കാം കേട്ടോ. കേക്കിൻ്റെ ബാറ്റർ ഫോൾഡ് ചെയ്തെടുക്കുന്ന സമയത്ത് എപ്പോഴും ശ്രദ്ധിക്കുക, ഞാൻ എല്ലാ കേക്കിൻ്റെ റെസിപ്പിയിലും പറയുന്നത് തന്നെയാണ്, ഒരിക്കലും ഒരുപാട് ബലം കൊടുത്തിട്ട് മിക്സ് ചെയ്യാൻ പാടില്ല. ഇതുപോലെ ജസ്റ്റ് ഒന്ന് ഫോൾഡ് ചെയ്തിട്ട് എടുക്കുക കേട്ടോ. ഇതുപോലുള്ളൊരു സ്പാച്ചിൽ ഉണ്ടെന്നുണ്ടെങ്കിൽ അത് വെച്ചിട്ട് ചെയ്യാം. ഇനി അതില്ലാത്തവർ സാധാരണ ഒരു സ്പൂൺ വെച്ചിട്ട് ചെയ്തെടുത്താലും മതി. അപ്പോൾ ഇത് പതുക്കെ ഇതുപോലെ ജസ്റ്റ് ഒന്ന് ആക്കിയെടുക്കുക കേട്ടോ. ഞാനിപ്പോൾ ഇതിപ്പോൾ സ്പീഡിൽ ഇട്ടിട്ടാണ് നിങ്ങൾക്ക് കാണിക്കുന്നത്. ഒരിക്കലും ഇതുപോലെ ചെയ്യാൻ പാടില്ല. പതുക്കെ വേണം നമ്മളിത് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. ഇനി ഈ ഒരു കേക്കിൻ്റെ ബാറ്റർ ഒന്ന് ലൂസാക്കി എടുക്കാൻ വേണ്ടിയിട്ട് ഇളം ചൂടുള്ള പാലും കൂടി നമുക്ക് ഇതിലോട്ട് അങ്ങോട്ട് ചേർത്ത് കൊടുക്കാം. അപ്പോൾ പാല് ചേർക്കുന്ന സമയത്ത് ശ്രദ്ധിക്കുക, എല്ലാം കൂടി അങ്ങോട്ട് ഒരുമിച്ച് ചേർക്കണ്ട, കുറച്ചായിട്ട് ചേർത്ത് കൊടുത്തിട്ട് നമ്മൾ നേരത്തെ മിക്സ് ചെയ്തെടുത്ത പോലെ ഇതുപോലൊരു സ്പാച്ചിൽ ഉണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് ഫോൾഡ് ചെയ്തിട്ട് എടുക്കുക കേട്ടോ. പിന്നെ ഈ ഒരു കേക്കിൻ്റെ ബാറ്റർ ഒരുപാട് നന്നായിട്ട് മിക്സ് ആയിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ട് ഒരുപാട് നേരോട്ട് അങ്ങോട്ട് കറക്കി എടുക്കണ്ട. നമ്മുടെ കേക്ക് ബേക്ക് ആയി കഴിഞ്ഞാൽ മുകൾ ഭാഗം പൊട്ടിപ്പോകാനും അതേപോലെ എന്താ പറയുക മുകൾ ഭാഗം ക്രാക്ക് വീഴാനൊക്കെയുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ അതൊന്ന് ശ്രദ്ധിച്ചേക്കാം കേട്ടോ. ജസ്റ്റ് നന്നായിട്ട് എല്ലാം കൂടി ഒന്ന് മിക്സ് ആയിന്ന് കഴിഞ്ഞാൽ അവിടെ സ്റ്റോപ്പ് ചെയ്യുക കേട്ടോ. ഒരുപാട് ഓവർ മിക്സ് ചെയ്യാൻ വേണ്ടിയിട്ട് പാടില്ല. അപ്പോൾ ഇത് നമ്മുടെ കേക്കിൻ്റെ ബാറ്റർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതാണ് കറക്റ്റ് പരുവം കേട്ടോ. നമ്മളിങ്ങനെ സ്പാച്ചിൽ വെച്ചിട്ട് താഴോട്ട് ഇടുന്ന സമയത്ത് ഇതുപോലെ റിബൺ പോലെ താഴോട്ട് വീഴണം. ആ ഒരു രീതിയിൽ കേക്ക് ബാറ്റർ തയ്യാറാക്കി എടുക്കാൻ വേണ്ടിയിട്ട് പ്രത്യേകം ഒന്ന് ശ്രദ്ധിച്ചേക്കാം. അപ്പോൾ ഇതുപോലുള്ളൊരു സ്ക്വയർ ഷേപ്പിലുള്ള കേക്ക് ടീനിലാണ് നമ്മൾ കേക്ക് ബേക്ക് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് പോകുന്നത്. അപ്പോൾ ഇതിൽ നമ്മൾ ബട്ടർ പേപ്പർ ഒന്നും വെച്ച് കൊടുക്കുന്നില്ല. അതിന് പകരമായിട്ട് നന്നായിട്ട് ഓയിൽ ഇതുപോലെ ഒരു ബ്രഷോ അല്ലാതെ നിങ്ങൾ കൈ ഉപയോഗിച്ചിട്ട് ഒന്ന് ഓയിൽ ഗ്രീസ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം കംപ്ലീറ്റ് ആയിട്ട് നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുള്ള ബാറ്റർ ഈ ഒരു കേക്ക് ടീനിലോട്ട് നമുക്കങ്ങോട്ട് ഒഴിച്ചു കൊടുക്കാം. ഇതുപോലുള്ളൊരു ഇഡ്ഡലി ചെമ്പിലാണ് നമ്മൾ കേക്ക് ബേക്ക് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് പോകുന്നത്. അപ്പോൾ ഇഡ്ഡലി ചെമ്പിൽ ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് കൊടുക്കുക. അതിൻ്റെ മുകളിലോട്ടായിട്ട് ഇതുപോലുള്ളൊരു റിങ് ഇറക്കി വെച്ച് കൊടുക്കുക കേട്ടോ. ഇനി നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുള്ള ഈ ഒരു കേക്ക് ടീന് പതുക്കെ നമുക്ക് ഇതുപോലെ അങ്ങോട്ട് ഇറക്കി വെച്ച് കൊടുക്കാം. ഇനി ഒരു കേക്ക് ടീന് നന്നായിട്ടൊന്ന് കവർ ചെയ്തിട്ട് കൊടുക്കുക കേട്ടോ. അത് ഞാൻ ഈ ഒരു വീഡിയോയിൽ കാണിച്ചിട്ടില്ല. എന്നിട്ട് ഇഡ്ഡലി ചെമ്പിൻ്റെ അടപ്പിട്ട് ഏറ്റവും ഹൈ ഫ്ലെയിമിൽ കറക്റ്റ് 25 മിനിറ്റ്
അപ്പോൾ ആ ഒരു സമയം കൊണ്ട് നമുക്ക് ഈ ഒരു കേക്കിന് ആവശ്യമായിട്ടുള്ള കസ്റ്റാർഡിൻ്റെ മിക്സ് ഒന്ന് റെഡിയാക്കി എടുക്കാം. അതിനായിട്ട് ഇതൊരു പാനിൽ അരക്കപ്പോളം വരുന്ന പാലാണ് കേട്ടോ ഞാൻ ഒഴിച്ചു കൊടുക്കുന്നത്. അതിലോട്ട് ഈ ഒരു കസ്റ്റാർഡ് മിക്സിൻ്റെ മധുരത്തിന് ആവശ്യമായിട്ടുള്ള 2 ടേബിൾ സ്പൂണോളം വരുന്ന പഞ്ചസാരയും കൂടി നമുക്ക് ചേർത്ത് കൊടുക്കാം. പിന്നെ ഈ ഒരു കസ്റ്റാർഡ് മിക്സിന് നല്ലൊരു ഫ്ലേവർ കൊടുക്കാൻ വേണ്ടിയിട്ട് ഒരു 1/4 ടീസ്പൂണോളം വരുന്ന വാനില എസൻസും കൂടി നമുക്ക് ചേർത്ത് കൊടുക്കാം. ഇനി ഇത് നമ്മൾ സ്റ്റൗവിൽ വെച്ച് കൊടുക്കുന്നതിന് മുന്നേ നന്നായിട്ട് ഇതുപോലെ അങ്ങോട്ട് മിക്സ് ചെയ്ത് കൊടുക്കട്ടോ. എങ്കിലേ നമ്മുടെ പഞ്ചസാര കംപ്ലീറ്റ് ആയിട്ട് ഇതിലോട്ട് അങ്ങോട്ട് അലിഞ്ഞ് ചേരുള്ളൂ. ഇതിപ്പോൾ ഞാനല്ല കേട്ടോ മിക്സ് ചെയ്യുന്നത്, മോളാണ്. അപ്പോൾ ഇത് പതുക്കെ നമുക്ക് ഇതുപോലെ അങ്ങോട്ട് മിക്സ് ചെയ്തിട്ട് കൊടുക്കാം. ഇനി ആ ഒരു സമയത്ത് തന്നെ ഇതുപോലുള്ളൊരു പാത്രത്തിൽ 2 ടീസ്പൂണോളം വരുന്ന കസ്റ്റാർഡ് പൗഡറാണ് കേട്ടോ ഞാൻ ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ അതിൻ്റെ കൂടെ തന്നെ ഈ ഒരു കസ്റ്റാർഡ് പൗഡർ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് ഒരു 2-3 ടേബിൾ സ്പൂണോളം വരുന്ന പാൽ, അതായത് പശുവിൻ പാൽ കേട്ടോ, അതും കൂടി നമുക്ക് അങ്ങോട്ട് ഒഴിച്ചു കൊടുക്കാം. ഇനി നന്നായിട്ട് ഇതുപോലുള്ള സ്പൂൺ വെച്ചിട്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ആ ഒരു കസ്റ്റാർഡ് പൗഡറിൻ്റെ കംപ്ലീറ്റ് ആയിട്ടുള്ള കട്ടകളൊക്കെ നന്നായിട്ട് ഉടച്ചു കൊടുത്ത് കറക്റ്റ് ഈ ഒരു രീതിയിലാക്കിയെടുത്ത് നമുക്കിതങ്ങോട്ട് മാറ്റി വയ്ക്കാം. ഇനി നമ്മൾ നേരത്തെ പാൽ ഒഴിച്ച് വെച്ചിട്ടുള്ള ഈ ഒരു പാന് സ്റ്റൗവിൽ വെച്ചിട്ട് ഒന്ന് ചൂടാക്കി എടുക്കാം കേട്ടോ. പാല് ഒരുപാട് തിളച്ച് പൊങ്ങി വരേണ്ട ആവശ്യമൊന്നുമില്ല. ജസ്റ്റ് ഒന്ന് തിളച്ച് വരുന്ന സമയത്ത് നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചിട്ടുള്ള ഈ ഒരു കസ്റ്റാർഡിൻ്റെ മിക്സ് കംപ്ലീറ്റ് ആയിട്ട് നമുക്ക് ഇതിലോട്ട് അങ്ങോട്ട് ഒഴിച്ചു കൊടുക്കാം കേട്ടോ. അപ്പോൾ ഈ ഒരു കസ്റ്റാർഡിൻ്റെ മിക്സ് ചേർത്തതിന് കൊടുത്തതിന് ശേഷം നമ്മുടെ സ്റ്റൗ എന്ന് പറയുന്നത് ഏറ്റവും ലോ ഫ്ലെയിമിലോട്ട് മാറ്റുക. കാരണം ഇതെന്ന് പറഞ്ഞാൽ പെട്ടെന്ന് അങ്ങോട്ട് കട്ട പിടിച്ചു പോകുന്ന സാധനമാണ് കേട്ടോ. എന്നാൽ ഇതിൻ്റെ ആ ഒരു കസ്റ്റാർഡ് പൗഡറിൻ്റെ കറക്റ്റ് ആ ഒരു പച്ച ടേസ്റ്റും ആ ഒരു കുത്തലൊന്നും കറക്റ്റായിട്ട് മാറിയിട്ടുണ്ടാവില്ല. അതുകൊണ്ട് ഏറ്റവും ലോ ഫ്ലെയിമിൽ ഇട്ട് തന്നെ വേണം നമ്മളിത് കുറുക്കിയെടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ലോ ഫ്ലെയിമിൽ ഇട്ട് കറക്റ്റ് ഈ ഒരു രീതിയിൽ ആവുന്നവരെ നമുക്കിത് പതുക്കെ ഒന്ന് കുറുക്കിയെടുക്കാം. അപ്പോൾ നമ്മുടെ കസ്റ്റാർഡിൻ്റെ മിക്സ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. കറക്റ്റ് ഇത് ഈ ഒരു രീതിയിലാണ് കേട്ടോ വേണ്ടത്. ഒരുപാട് കുറുകി പോകണ്ട. കറക്റ്റ് ഇത് ഈ ഒരു പരുവത്തുന്ന സമയത്ത് നമുക്ക് സ്റ്റൗ പതുക്കെ അങ്ങോട്ട് ഓഫ് ചെയ്ത് ഇതൊന്ന് തണുക്കാൻ വേണ്ടിയിട്ട് അങ്ങോട്ട് മാറ്റി വയ്ക്കാം. അപ്പോൾ ആ ഒരു സമയമാകുമ്പോഴേക്കും നമ്മുടെ കേക്കും ഇവിടെ റെഡിയായി കഴിഞ്ഞിട്ടുണ്ട്. കേക്കിൻ്റെ ചൂടൊക്കെ കംപ്ലീറ്റ് ആയിട്ട് മാറിയിട്ടുണ്ട്. അതിനുശേഷം മാത്രമാണ് ഞാൻ നിങ്ങൾക്ക് കാണിച്ചത്. ഇനി നമുക്ക് ഈ ഒരു കത്തി വെച്ചിട്ട് ഇതിൻ്റെ സൈഡൊക്കെ ഒന്ന് വിടിയിച്ചു കൊടുക്കാം കേട്ടോ. ഇങ്ങനെ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ കേക്ക് പെട്ടെന്ന് ഈ ഒരു ടിന്നിൽ നിന്ന് വിട്ടുപോരും. അപ്പോഴത്തേ നമ്മുടെ കേക്ക് ഇവിടെ കറക്റ്റായിട്ട് നന്നായിട്ട് ബേക്കായിട്ട് കിട്ടിയിട്ടുണ്ട് കേട്ടോ. നല്ല സോഫ്റ്റാണ് ഈ ഒരു കേക്ക് എന്ന് പറയുന്നത്. നമ്മൾ മുട്ടയൊന്നും ഇതിൽ ചേർത്തിട്ടില്ല, എങ്കിലും നമ്മുടെ കേക്ക് നല്ല സോഫ്റ്റാണ് കേട്ടോ. ഈ ഒരു കേക്ക് ഇങ്ങനെ കഴിക്കാൻ തന്നെ നല്ല ടേസ്റ്റ് ആയിരിക്കും. കാരണം നമ്മളിതിൽ കസ്റ്റാർഡ് പൗഡറാണ് മെയിനായിട്ട് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ആ ഒരു ഫ്ലേവർ ഉള്ളത് കൊണ്ട് തന്നെ നല്ല ടേസ്റ്റാണ് കേട്ടോ ഈ ഒരു കേക്ക് കഴിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമുക്ക് വീണ്ടും ഈ ഒരു കേക്ക് ടിന്നിലോട്ട് തന്നെ ഇട്ട് കൊടുക്കാം കേട്ടോ. കാരണം ഞാൻ ഈ ഒരു കേക്ക് ടിന്നിലാണ് ഈ ഒരു കേക്ക് സെറ്റ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് പോകുന്നത്. അപ്പോൾ ജസ്റ്റ് ഒന്ന് പതുക്കെ തിരിച്ചിട്ട് കൊടുക്കുക. ഇനി ഈ ഒരു കേക്കിൻ്റെ മുകളിലോട്ടായിട്ട് ഇതുപോലെ ഫോർക്ക് വെച്ചിട്ട് ഒന്ന് കുത്തി കൊടുക്കുക കേട്ടോ. നമ്മൾ ഒഴിച്ചു കൊടുക്കുന്ന ഈ ഒരു കസ്റ്റാർഡ് പൗഡറൊക്കെ കറക്റ്റായിട്ട് ആ ഒരു കേക്കുമായിട്ട് ഒന്ന് മിക്സ് ആവാൻ വേണ്ടിയിട്ടാണ് ഇതുപോലെ അങ്ങോട്ട് ചെയ്ത് കൊടുക്കുന്നത്. അടുത്തതായിട്ട് നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുള്ള ഈ ഒരു കസ്റ്റാർഡിൻ്റെ മിക്സ് ആ ഒരു ചൂടൊക്കെ കംപ്ലീറ്റ് ആയിട്ട് മാറിയതിന് ശേഷം ഇതുപോലെ അങ്ങോട്ട് ചെയ്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ കംപ്ലീറ്റ് ആയിട്ട് ആ ഒരു കേക്കിൻ്റെ ഭാഗത്ത് എല്ലായിടത്തും ഒരുപോലെ എത്തുന്ന വിധത്തിൽ വേണം നമ്മൾ ഈ ഒരു കസ്റ്റാർഡ് മിക്സ് ഇതിലോട്ട് അങ്ങോട്ട് ഒഴിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട്. ഇനി ഇത് രണ്ടും കൂടി ഒന്ന് സെറ്റാകാൻ വേണ്ടിയിട്ട് ഫ്രിഡ്ജിൻ്റെ നോർമൽ റാക്കിൽ ഒരു 10 മിനിറ്റ് വെച്ചിട്ട് നമുക്കൊന്ന് തണുപ്പിച്ചിട്ടെടുക്കാം. ഇനി കുറച്ച് വിപ്പിംഗ് ക്രീം ഞാനൊന്ന് ബീറ്റ് ചെയ്ത് എടുത്തിട്ടുണ്ട്. ആ ഒരു വീഡിയോ ഒന്നും ഞാനിതിൽ കാണിച്ചിട്ടില്ല കേട്ടോ. കാരണം ഒരുപാട് കേക്കിൻ്റെ റെസിപ്പിയിൽ ക്രീം എങ്ങനെ ബീറ്റ് ചെയ്യുന്നുള്ളത് വീഡിയോ ഒക്കെ നമ്മൾ കാണിച്ചിട്ടുള്ളതാണ്. ആ ഒരു ക്രീം ഒന്ന് തണുപ്പിച്ചെടുത്തതിന് ശേഷം ഇതുപോലുള്ളൊരു പൈപ്പിംഗ് ബാഗിലോട്ട് മാറ്റി കൊടുത്ത് നമുക്ക് ഈ ഒരു കേക്ക് ടിന്നിലോട്ട് അങ്ങോട്ട് ആക്കി കൊടുക്കാം. ഇനി ഇതുപോലുള്ളൊരു കാർഡ് വെച്ചിട്ട് ഈ ഒരു കേക്കിൻ്റെ എല്ലാ ഭാഗത്തും ക്രീം എത്തുന്ന രീതിയിൽ നമുക്ക് ഈ ഒരു ക്രീം ഒന്ന് ലെവൽ ചെയ്തിട്ട് എടുക്കാം കേട്ടോ. ഈ ഒരു കാർഡ് വെച്ചിട്ട് ചെയ്യുമ്പോൾ തന്നെയാണ് എനിക്ക് കുറച്ചും കൂടി ബെറ്റർ ആയിട്ട് തോന്നിയിട്ടുള്ളത്. മുന്നേ ഒരുപാട് കേക്കിൻ്റെ റെസിപ്പി ഇട്ട സമയത്ത് തന്നെ ഇതുപോലുള്ളൊരു കാർഡ് വെച്ചിട്ട് തന്നെയാണ് നമ്മൾ കേക്കിൻ്റെ ഷാർപ്പായിട്ടുള്ള എഡ്ജൊക്കെ നമ്മൾ ലെവൽ ചെയ്ത് കൊടുത്തിട്ടുള്ളത് കേട്ടോ. അപ്പോൾ ഇതുപോലെ നന്നായിട്ട് ഇതുപോലെ അങ്ങോട്ട് ലെവൽ ചെയ്തിട്ട് കൊടുക്കുക. ഇനി ഇതൊന്ന് സെറ്റ് ആവാൻ വേണ്ടിയിട്ട് ഫ്രിഡ്ജിൻ്റെ നോർമൽ റാക്കിൽ വെച്ചിട്ട് ഒരു 10 മിനിറ്റ് ഈ ഒരു കേക്ക് നമുക്കൊന്ന് തണുപ്പിച്ചിട്ടെടുക്കാം. അപ്പോൾ നമ്മുടെ കേക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. 10 മിനിറ്റ് ഫ്രിഡ്ജിൽ വെച്ചിട്ട് ഞാൻ നന്നായിട്ടൊന്ന് തണുപ്പിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ ഒരു കേക്കിൻ്റെ മുകളിലോട്ടായിട്ട് ഒരു ഭംഗിക്ക് വേണ്ടിയിട്ട് കുറച്ച് ടൂട്ടി ഫ്രൂട്ടി ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഇത് നിങ്ങളുടെ കയ്യിലില്ലെങ്കിൽ ഇട്ട് കൊടുക്കേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ. ഇതിന് പകരമായിട്ട് നിങ്ങൾക്ക് സ്പ്രിങ്കിൾസോ അല്ലാന്നുണ്ടെങ്കിൽ ചോക്കോ ചിപ്സോ എന്ത് വേണമെങ്കിലും ഇട്ട് കൊടുക്കാം. ഇനി ഞാനിതൊന്ന് കട്ട് ചെയ്തിട്ടും കൂടി കാണിച്ചു തരാം. അപ്പോഴത്തെ ചെറിയൊരു പീസ് ഒരു പാത്രത്തിലോട്ട് ഞാൻ ഇതുപോലെ അങ്ങോട്ട് മാറ്റി കൊടുത്തിട്ടുണ്ട്. ഇനി നിങ്ങളുടെ കയ്യിൽ കസ്റ്റർഡിൻ്റെ ആ ഒരു മിക്സ് ബാക്കി ഉണ്ടെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ മുകളിലോട്ടായിട്ട് ഇതുപോലെ അങ്ങോട്ട് ഒഴിച്ചു കൊടുക്കുക കേട്ടോ. ആ ഒരു കസ്റ്റർഡ് മിക്സിൽ കുതിർന്നിട്ട് ഈ ഒരു കേക്ക് കഴിക്കാനായിട്ടും ഒരു കൂടുതൽ ടേസ്റ്റ് ഉണ്ടാവുക. അപ്പോൾ നന്നായിട്ട് തണുപ്പിച്ചെടുത്തിട്ടുള്ള കസ്റ്റർഡിൻ്റെ മിക്സ് മാത്രം ഈ ഒരു കേക്കിലോട്ട് അങ്ങോട്ട് ഇതുപോലെ അങ്ങോട്ട് ചേർത്ത് കൊടുക്കുക.
ഇനിയാണ് നമ്മുടെ കാര്യമായിട്ടുള്ള പരിപാടി എന്ന് പറയുന്നത്. നമുക്ക് ഈ ഒരു കേക്ക് ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കണം. അപ്പോൾ പതുക്കെ ഇതുപോലെ സ്പൂണ് വെച്ചിട്ട് ഇതുപോലെ അങ്ങോട്ട് എടുക്കുക കേട്ടോ. ആ ഒരു കസ്റ്റാർഡ് മിക്സിൽ നന്നായിട്ട് സോക്ക് ചെയ്തിട്ട് വേണം നമ്മൾ ഈ ഒരു കേക്ക് കഴിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ നന്നായിട്ട് ഇതുപോലെ അങ്ങോട്ട് സോക്ക് ചെയ്യുക, എന്നിട്ട് പതുക്കെ അങ്ങോട്ട് വായിൽ വെച്ചോളൂ കേട്ടോ. അപ്പോൾ ഈ ഒരു കേക്കിൻ്റെ ടേസ്റ്റ് എന്ന് പറയുന്നത് ഞാൻ പ്രത്യേകിച്ചൊന്നും പറയണ്ടല്ലോ, നിങ്ങൾക്ക് എല്ലാവർക്കും ഊഹിക്കാവുന്നതേ ഉള്ളൂ. ആ ഒരു കസ്റ്റർഡ് മിക്സിൻ്റെ ടേസ്റ്റ് എല്ലാവർക്കും എന്താണെന്നറിയാം. ആ ഒരു കസ്റ്റർഡ് മിക്സിൻ്റെ ടേസ്റ്റും അതേപോലെ നമ്മുടെ വിപ്പിംഗ് ക്രീമിൻ്റെ ടേസ്റ്റും ആ ഒരു കേക്കിൻ്റെ ടേസ്റ്റും എല്ലാം കൂടി മിക്സ് ചെയ്ത് വരുമ്പോൾ കഴിക്കാൻ എങ്ങനെയുണ്ടാവും. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക. പിന്നെ പുതുതായിട്ട് നമ്മുടെ ചാനൽ ആരെങ്കിലും കാണുകയാണെന്നുണ്ടെങ്കിൽ, കണ്ട് ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ഈ ഒരു സിംനാസ് ഫുട്ബോൾ എന്ന ഫാമിലിയിലേക്ക് സ്വാഗതം കേട്ടോ. അപ്പോൾ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യുക. കൂടാതെ പറ്റുകയാണെന്നുണ്ടെങ്കിൽ എൻ്റെ ഫേസ്ബുക്ക് പേജും ഇൻസ്റ്റാഗ്രാമും ഒക്കെ ഒന്ന് ഫോളോ ചെയ്യട്ടെ. എല്ലാത്തിൻ്റെയും ID താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഞാൻ കൊടുക്കാം. പിന്നെ നിങ്ങൾ ട്രൈ ചെയ്തിട്ടുള്ള നിങ്ങളുടെ റെസിപ്പീസിൻ്റെ ഫോട്ടോസ് എൻ്റെ ഇമെയിൽ ID ഫേസ്ബുക്ക് പേജിലോ അല്ലാന്നുണ്ടെങ്കിൽ വാട്സപ്പിലോ അയച്ചു തരും കേട്ടോ. കാരണം ഒരുപാട് പേര് കമൻറ്റ് ചെയ്യാറുണ്ട്, ചേച്ചി നന്നായിരുന്നു, ട്രൈ ചെയ്ത് നോക്കിയിട്ട് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു, അങ്ങനെയൊക്കെ ഒരുപാട് പേര് കമൻറ്റ് ചെയ്യാറുണ്ട്. അപ്പോൾ അതുപോലുള്ളവർ പറ്റുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ട്രൈ ചെയ്തിട്ടുള്ള റെസിപ്പീസിൻ്റെ ഫോട്ടോസ് എടുത്തിട്ട് ഒന്ന് അയച്ചു തരാം കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ. നാളെ ഒരു കിഡിലൻ വീഡിയോ ആയിട്ട് കാണാൻ വരെ താങ്ക് യു ഫോർ വാച്ചിങ് സിംനാസ് ഫുട്ബോൾ. ബൈ.